ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂട്ടണേ. അപ്പോൾ ഞാൻ ഇത് വീട്ടിലേക്ക് പോണൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തതെന്ന് പിന്നെ ഞാൻ ഇതൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ കാലമായി, 3 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ. അപ്പോൾ ഇന്ന് മാർച്ച് 20 ഇപ്പോൾ ചേച്ചീൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഒരു 5 ദിവസം മുന്നേ എൻ്റെ പിറന്നാളായിരുന്നു. അതൊന്നും വലിയ ആഘോഷമൊന്നും ആക്കലില്ല. അപ്പോൾ ചേച്ചീൻ്റെ പിറന്നാളിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കേക്കൊക്കെ വാങ്ങിക്കൊടുക്കലുണ്ട് കേട്ടോ. കഴിഞ്ഞ ബർത്ത്ഡേ അതിൻ്റെ മുന്നത്തെ പിറന്നാളായിരുന്നു ഒന്നിന് ഞാൻ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പം ഞാനിത് കേക്കൊക്കെ വാങ്ങി ചേച്ചിനോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ടൊക്കെ ഇങ്ങനെ ഒരു സർപ്രൈസൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഞാനും എൻ്റെ കടൻ്റെ അടുത്ത് ചേച്ചിയുണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞ ചേച്ചിയുണ്ട്. അപ്പോൾ എനിക്ക് 4 ചേച്ചിമാരുണ്ട്, അതിലൊരു ചേച്ചിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്ട്, എൻ്റെ വീട്ടിലേക്ക് നടന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഒരു ആവശ്യമുണ്ട്, വണ്ടൂർക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി തന്നെ ഞങ്ങളങ്ങനെ വണ്ടൂർക്ക് വന്ന് മീറ്റ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ നല്ല സാഹചര്യത്തിലൊന്നും അല്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ അവരെ പ്രത്യേക ഒരു ദിവസം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിയിൽ KSEBക്കാരിങ്ങനെ കൊമ്പൊക്കെ പൊട്ടിച്ച് കൊമ്പ് പറഞ്ഞാൽ മരത്തിൻ്റെ ഒരു കൊമ്പൊക്കെ പൊട്ടിച്ചപ്പോൾ മുരിങ്ങ കൊമ്പും ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചി കഴിയുമ്പോൾ പൊട്ടിച്ച് ഞങ്ങൾ അയ്യൊന്നൊക്കെ പറിച്ച് ചേച്ചീൻ്റെ കയ്യിലും കുറച്ചുണ്ട്, എൻ്റെ കയ്യിലും കുറച്ചുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ എടുത്ത് വീട്ടിലെത്തി ചേച്ചിക്ക് കാണിച്ച കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഞാൻ ഇത് വിചാരിച്ചിട്ടൊന്നുമില്ല, സാധാരണ എല്ലാവരും പിറന്നാൾ ദിവസം വരും, സ്റ്റാറ്റസ് ഇടും, അങ്ങനെ പോകും, അങ്ങനെയുണ്ടോ പതിവ്. ആരും പിറന്നാളും വലിയ ആഘോഷമൊന്നും ആക്കലില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച് കട്ട് ചെയ്യല്ല പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ പിറന്നാളില്ല ആളാണ് കേട്ടോ ഈ നീല ചുരിദാർ ഇട്ട് നിൽക്കണ ചേച്ചി. അപ്പോൾ അമ്മ വീഡിയോയിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് നിർത്തിയതാണ് കേട്ടോ. നമുക്ക് ഈ വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തമ്പിലൈന് ഒന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനും കുറേ നേരം നിന്നു. പിന്നെ ചേച്ചി പറഞ്ഞാൽ ലാസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് ആദ്യം അമ്മക്കാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ അമ്മക്ക് കേക്ക് കൊടുത്തു. അപ്പോൾ അമ്മ കേക്കൊന്നും അങ്ങനെ കഴിക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ മധുരം അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ചേച്ചിക്ക് കൊടുത്തു. അപ്പോൾ പിന്നെ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ചേച്ചി പിന്നെ എനിക്ക് തന്നു. അങ്ങനെ പിന്നെ അങ്ങനെ വഴകൊക്കെ വെച്ചെടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ടും ഇങ്ങോട്ട് കൊടുത്തിട്ടും പിന്നെ ഗിഫ്റ്റായിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഈ കേക്ക് മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു കേക്ക് കട്ടിങ് എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കേക്ക് വാങ്ങിയിട്ട് പോന്നു കേട്ടോ. ഞാൻ ഈ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. പരിപാടി ഒന്ന് കളറാക്കുക അല്ലെങ്കിൽ വലുതാക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിറന്നാളെ ആഘോഷിക്കലില്ല, ആരതും ആഘോഷിക്കലില്ല. പക്ഷേ ചേച്ചീൻ്റെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാനന്ന് കേക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കും കേട്ടോ പിറന്നാളിൻ്റെ ദിവസം. ഇവളും ഞാനൊന്നും പറഞ്ഞാൽ ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പോൾ പിന്നെ കല്യാണത്തിന് ശേഷം ഒരു ഗ്യാപ്പ് വന്ന പോലെയാണ് കേട്ടോ. ഫോട്ടോസും കാര്യങ്ങളും ഒരുമിച്ചുള്ള കുറേ പണ്ടെടുത്തതാണ്.
കാണും സംസാരിക്കും അങ്ങനെയാണെങ്കിലും എന്താ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിങ്ങനെ വരും. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ കല്യാണത്തിൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്. എവിടെ പോകണമെങ്കിലും ഒരുമിച്ച് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ കുറേ നേരമൊന്നും ഇവിടെ നിന്നിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം എന്താ ഇവിടുന്ന് തിരിച്ച് പോയിട്ടോ. ഞാനും ചേച്ചിയും ചോറൊക്കെ കൊണ്ടിട്ട് വേഗം തിരിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ.